അനുരാഗ പെരുമഴയിൽ. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അതെന്താ ടീച്ചർ അങ്ങനെ വർത്താനം? നിങ്ങളെ അച്ഛൻ കാണിച്ച ഏറ്റത്തരത്തിന് ഇന്നേക്ക് വർഷമൊന്നായി. എന്നിട്ടിപ്പോ മാസങ്ങളായിട്ട് അങ്ങനെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? എന്റെ കാശ് ചോദിക്കുമ്പോൾ ആർക്കും ഒരു കൂസലുമില്ല. ഈ കാശ് എന്ന് പറയുന്നത് നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന തന്നെയാ. അതുകൊണ്ട് ടീച്ചർ വാശി പിടിക്കാതെ ഒപ്പിട്ടെന്നേ. അല്ലെ നാളെ ഞാനിവിടെ ഒന്ന് പൊറുതി തുടങ്ങും. അത് ടീച്ചർ പനിയതിമാൻ ക്ഷീണ. അറിയാലോ ഈ ക്രിസ്റ്റിയെ, ഞാൻ പറഞ്ഞ അതുകൊണ്ട് നോക്കിക്കാ വേഗം ഒപ്പിട്ടതാ ടീച്ചറെ. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ചൈത്ര കരഞ്ഞില്ല. ഒരു കല്ലിച്ച മുഖത്തോടെ വീണ്ടും ആ ഉമ്മറത്ത് അങ്ങനെ നിന്നു. ടീച്ചർ പേടിക്കണ്ടെന്നേ. ഇതിന്റെ കൈവശാവകാശം എന്റെ പേരിലേക്ക് കൂടി എഴുതിയെന്ന് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാത്തൂല്ല. അത്രയ്ക്ക് കണ്ണീ ചോറില്ലാത്തവനല്ല ഞാൻ, അല്ലേടാ പാപ്പി? അവൻ അടുത്തായി നിൽക്കുന്ന പാപ്പി നോയി ചോദിച്ചു. തങ്ങളുടെ വീടിന് മുമ്പിലാണെങ്കിലും അയൽക്കാർക്കൊരു ഇരയെ കിട്ടിയ പോലെ തലയും വെളിയിലേക്കിട്ട് നിൽക്കുന്നുണ്ട്. ട്യൂഷൻ കഴിഞ്ഞു വരുന്ന ചിത്തിര പേടിയോടെ ചേച്ചി എന്ന് വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഇതിപ്പോ കുറച്ചായില്ലേ ഞങ്ങൾ ഇതും പറഞ്ഞ ഇവിടെ കയറി ഇറങ്ങുന്നേ. ടീച്ചർ ഇങ്ങനെ വാശി പിടിച്ച മക്കൾ കൂടി അതിന്റെ കേട്. ചുമ്മാ എപ്പോഴും ആണുങ്ങൾ ഇങ്ങനെ കയറിറങ്ങിയാണെന്ന പേരുദോഷം കൂടി കേൾപ്പിക്കണ്ട. അതും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ പേപ്പറുകൾ വാങ്ങിക്കൊണ്ട് അവൻ കാണിച്ചിരുന്നെല്ലാം ഒപ്പുവെച്ച് കൊണ്ടുപോയി തിന്ന്. ഇങ്ങനെ മനുഷ്യനെ പച്ചയ്ക്ക് താൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഇറങ്ങി തന്നോളാം ഞാനെന്റെ കുട്ടികളെയും കൊണ്ട്. എന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവൾ ആ പേപ്പറുകൾ മുറ്റത്തിൽ നിൽക്കുന്ന ക്രിസ്റ്റിയുടെ നേരെ എറിഞ്ഞുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന ചിത്തിരെ വലിച്ച് അകത്തേക്ക് കയറി വാതിലടച്ചു. ഈ ടീച്ചർക്ക് ഇത് മൂക്കത്താശുണ്ടി. ബാബി വണ്ടി എടുക്കടാ. അവനൊരു ചിരിയോടെ മുറ്റത്തായിട്ടിരിക്കുന്ന തന്നെ ജിപ്സിയിലേക്ക് കയറി. ഇത്രയൊക്കെ വേണമായിരുന്നു ഈ ചായ. സത്യം പറഞ്ഞ ടീച്ചർ ഒരു പാവ. കള്ളും കുടിച്ച് പരിചയം വലുതാക്കി ആ ശേഖരം മുടിപ്പിച്ചതായി കുടുംബത്തെ. ഇപ്പൊ ഈ ടീച്ചറുടെ പരത്തിലാ താഴെയുള്ള രണ്ടും ജീവിച്ചു പോകുന്നത്. ഇനി ഇത് അമ്മച്ചെങ്ങാനും അറിഞ്ഞാ എന്റെ കർത്താവേ. പാപ്പി നെഞ്ചിൽ കൈവച്ചു. എടാ പാപ്പി കുഞ്ഞേ, അമ്മച്ചെങ്ങാനും ഇത് അറിഞ്ഞാൽ നിന്നെ ഞാൻ പൂട്ടും. പിന്നെ ഇതൊരു ഫല. ആ വീടും പറമ്പും അല്ലെങ്കിൽ അവിടെ അച്ഛൻ വീണ്ടും വന്ന് അതിൽ ആർക്കെങ്കിലും എഴുതി കൊടുക്കും. അവിടെ പെട്ടുപോകുന്ന അവർ മൂന്നും കൂടി ആയിരിക്കും. ആരക്കൽ എന്നെഴുതിയ വീട്ടുമുറ്റത്തേക്ക് ക്രിസ്റ്റി തന്റെ ജീപ്പ് ഓടിച്ച് കയറ്റി. വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അകത്തുനിന്ന് ത്രേസ്യാമ്മ ഇറങ്ങി വന്നു. എവിടെ ആയിരുന്നു രണ്ടും കൂടെ? പള്ളി വരെ ഒന്ന് പോയച്ചതാ അമ്മച്ചി. ഒന്ന് കുമ്പസാരിച്ചിട്ട് വരാന്ന് കരുതി. കഴിക്കാൻ എന്നാ ഉണ്ട്? അതും ചോദിച്ചുകൊണ്ട് പാപ്പി ആ വലിയ വീണ്ട തിണ്ണയിലായിരുന്നു. മുറ്റത്തായി കിടന്നിരുന്ന വണ്ടി പോർച്ചിലിട്ടുകൊണ്ട് തുണിയും മടക്കി കുത്തി ക്രിസ്റ്റി അകത്തോട്ട് കയറി. അവർക്ക് മുന്നിൽ വലിച്ചടച്ച വാതിലിനുള്ളിൽ ആ ചേച്ചിയും മക്കളും ഇനി എന്ത് എന്ന ചോദ്യത്തോടെ ഒരു നിമിഷം നിന്നു. അച്ഛൻ്റെ ഈ നശിച്ച കള്ളുകൂടി കാരണം സ്വന്തം കിടപ്പാടം വരെ ഒരാൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. അമ്മയുടെ പേരിൽ കിട്ടിയ സ്വത്താണ്. ഇനി ഇതിൽ പോലും പൂർണ്ണ അവകാശമില്ലെന്നത് അവളെ വീണ്ടും പരാജയപ്പെടുത്തി. ചൈത്ര തൈക്കാട് വിദ്യാനികേതൻ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. അനിയത്തി ചിത്തിര 10ാം ക്ലാസ്സിലും അതിന് താഴെയുള്ള ചൈതന്യ 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. അമ്മ മരിച്ചതിൽ പിന്നെയാണ് അച്ഛൻ കള്ളുകൂടി തുടങ്ങിയത്. നന്നായി മദ്യപിക്കുമെങ്കിലും വേറെ ശല്യങ്ങളൊന്നും ഞങ്ങൾ മക്കൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല. പിന്നെ കടം വാങ്ങിയൊരു പലിശക്കാരൻ തേടി വന്ന് തുടങ്ങിയപ്പോഴാണ് പതിയെ എതിർത്തു തുടങ്ങിയത്. താൻ അധ്വാനിക്കുന്നതിൽ നിന്ന് നല്ലൊരു ഭാഗം അപ്പനുണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടി നീക്കി വെക്കേണ്ടി വരുമ്പോൾ ദേഷ്യം വന്ന് തുടങ്ങി. അങ്ങനെ ഞാനറിയാത്ത ആ കടം 1.5 വർഷമായി പലിശ അടക്കം ലക്ഷങ്ങളായി മാറിയിരിക്കുന്നു. ആരക്കൽ ഫിനാൻസിയേഴ്സിൽ നിന്ന് അച്ഛൻ ഇടയ്ക്കിടെ വാങ്ങിയ ആ വലിയ തുക കുന്നുകൂടിയിരിക്കുന്നു. പറയാനും ഉത്സാഹം പകരാനും കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് കുമിഞ്ഞുകൂടി ഭാരമായ ഒരു സംഖ്യയിലേക്ക് മാറി. പകരം ഇന്ന് ആരക്കൽ ക്രിസ്റ്റി കൊടുക്കേണ്ടി വന്ന് ഞങ്ങളുടെ വീടാണ്. ഇനി ആ കടം വീടും വരെ ഇതിന്റെ കൈവശാവകാശം അയാൾക്കുമുണ്ട്. അല്ലെങ്കിലും അയാളുടെ കടം വീട്ടാനുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു വീട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചതൊരു സ്വർഗമായിരുന്നു. ഇനി മുതൽ അതിൽ വേറൊരാൾ കൂടി അവകാശിയാണ്. ഇപ്പോൾ കുറച്ചായി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷേ ഇനി ചൈത്ര കണ്ണുടച്ച് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ചിത്തിര എന്ന ചിത്തു വന്ന് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. ഇല്ലടി ഒന്നും വരില്ല, എന്തെങ്കിലും വഴിയുണ്ടാവും, നീ പോയി കുളിക്കാൻ നോക്ക്. താനിങ്ങനെ ഇരുന്നാൽ തനിക്ക് താഴെയുള്ളവരും ഭയപ്പെടുമെന്ന് വിചാരിച്ച് എല്ലാ ഉള്ളിലൊതുക്കി മുടിവാരി കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു മാമാങ്കം മുറ്റത്ത് ഇറങ്ങിയേറിയത്. ഇപ്പോൾ കുറച്ചായി അയാൾ ഇതും പറഞ്ഞുകൊണ്ട്. വേറൊരു വാടക വീടാകും വരെ ഇങ്ങനെ സമ്മതിക്കാതെ നീട്ടിക്കൊണ്ടു പോകണമെന്നാണ് കരുതിയത്. പക്ഷെ വീടൊഴിയാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സമാധാനിക്കാം. ഇവിടെ തളർന്നാൽ തന്റെ കീഴിലുള്ള ഈ 2 കുഞ്ഞുങ്ങളും പേടിക്കും. അതോർത്ത് അവൾ പുറമേ ധൈര്യം കാണിച്ചുകൊണ്ട് തന്റെ പണി തുടർന്നു. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? അറിയില്ല മോളെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. കുളി കഴിഞ്ഞ് വന്ന ചിത്തുവിന് വീണ്ടും മനസ്സിൽ ഇത് തന്നെയാണ്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റു. ചിത്തുവിന് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. 10ാം ക്ലാസ്സിലായതുകൊണ്ടാണ് ട്യൂഷന് ചേർത്ത്. അതിനും കൂടി തുക കൊടുക്കാൻ ഉണ്ടായിട്ടൊന്നുമില്ല. അവൾ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയാൽ താൻ ഒറ്റയ്ക്കിടന്ന് ഓടണ്ടല്ലോ എന്ന് കരുതിയാണ്. ചേച്ചി ഞാൻ ഇറങ്ങുവാണേ. ചൈത്ര എടുത്തു വെച്ച ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിലേക്ക് ഇട്ടുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അവൾ പഠിക്കുന്ന സ്കൂളും ട്യൂഷൻ സെന്ററും ടൗണിനോട് അടുത്ത് തന്നെയാണ്.
ഇവിടുന്ന് വേറെ 2-3 കുട്ടികൾ കൂടിയുണ്ട്. അവൾക്കും ചൈതന്യക്കും വർഷങ്ങളായി ചൈത്രയാണ് അമ്മ. ചൈതന്യെ മാളു എന്നാണ് വിളിക്കാറ്. മാളുവിന് 5 വയസ്സുള്ളപ്പോഴാണ് ഹാർട്ട് പേഷ്യന്റായ അമ്മ മരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ആ 2 മക്കൾ വളർത്താൻ അമ്മയേക്കാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനെ അച്ഛൻ ആദ്യമൊക്കെ വീട്ടു ചെലവെങ്കിലും നോക്കിയിരുന്നു. എന്നാൽ താൻ ഈ ജോലിയിൽ പ്രവേശിച്ച മുതൽ മാറി തുടങ്ങി. കള്ളും കുടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലെങ്കിലും മക്കളെന്ന സ്നേഹമോ പരിഗണനയോ ഞങ്ങൾ കിട്ടിയിട്ടില്ല. ചൈത്രയുടെ സ്കൂളിൽ തന്നെയാണ് മാളു. ചേച്ചി കഴിഞ്ഞില്ലേ? സമയം 9:45. മാളു ബാഗും തോളിലിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി. ഇതാ കഴിഞ്ഞു പെണ്ണെ. ആൾ വേഗം മുടിയിൽ സ്ലൈഡ് വെച്ച് മുഖത്ത് കുറച്ച് പൗഡറും തേച്ച് വീട് കൂട്ടി ഇറങ്ങി. മൺപാത കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പഞ്ചായത്ത് കിണറിന്റെ അവിടെ അമ്പിളി ടീച്ചറെ കണ്ടു. അധികം വൈകാത്ത ദിവസങ്ങളിലൊക്കെ അമ്പിളി അവരെ കാത്തവിടെ നിൽക്കാറുണ്ട്. എന്താടി, എന്തു പറ്റി? മുഖക്ക് വല്ലാണ്ടിരിക്കുന്നേ? മാളു അപ്പോഴേക്കും മുന്നിൽ പോകുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ ഓടിയിരുന്നു. ഏയ് ഒന്നുമില്ല. ആളൊന്നും ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, എന്തോ ഉണ്ട്. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? എന്താ പ്രശ്നം? അമ്പിളി, അയാള് ആ ക്രിസ്ത്യാനിക്കിൽ ഇന്നലെയും വന്നിരുന്നു. പണത്തിന് പകരമായിട്ട് ആ വീട് അയാൾ കൊടുക്കണമെന്ന്. എന്തൊക്കെയോ പേപ്പേഴ്സ് കൊണ്ടുവന്ന് ഒപ്പിട്ട് കൊടുക്കാൻ. ഇന്നലെ അതും കഴിഞ്ഞു. ഇനി മുതൽ ഞങ്ങളുടെ വീടിന്റെ അവകാശം ഞങ്ങൾ പോലെ തന്നെ അയാൾക്ക് കൂടിയുണ്ട്. എടി, നീ എന്തൊക്കെയാ പറയുന്നത്? വയ്യടി, കുറേയായി മനുഷ്യൻ സഹിക്കുന്നു. കയറി ചെല്ലുമ്പത്തിന് അയാളും കൂട്ടുകാരുണ്ടാവും അവിടെ. കാണുന്നവർ കണ്ടു രസിക്കാൻ കഴിയുന്ന ഒരു ഷോ ആയിപ്പോ. കുറച്ചായി വീട്ടുമുറ്റത്ത് നിന്നും വൈകുന്നേരം 5 മണിക്ക്. ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ അനിയത്തിമാരും കൂടിയില്ലേ. അവരെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും വേണ്ടിയില്ല. ഈ ശല്യമൊന്നും മാറിക്കിട്ടില്ലോ എന്ന് ഓർത്തു. അതിലേറെ നാട്ടുകാരുടെ നോട്ടവും പതിഞ്ഞുള്ള കുത്തുവാക്കുകളും. ആലക്കൽ ക്രിസ്റ്റി നോട്ടിട്ട പ്രോപ്പർട്ടികളാണെന്ന് വരെ കേട്ടു തുടങ്ങി. ആലക്കൽ വീട്ടിൽ അയാളില്ലെങ്കിൽ നമ്മുടെ ചൈത്ര ടീച്ചറുടെ വീട്ടുമുറ്റത്തുണ്ടാവുന്നൊക്കെയാ ഇപ്പൊ നാട്ടിലെ സംസാരം. ചൈത്ര, അമ്പിളി അവളുടെ കൈ പിടിച്ചു. ഇങ്ങനെ തളരില്ലേടി. നാട്ടുകാർ പലതും പറയും, നമ്മളത് കേൾക്കാൻ നിന്നാലേ കുഴപ്പമുള്ളൂ. നിനക്ക് അയാളോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കായിരുന്നില്ലേ? അയാൾക്കിപ്പോൾ നിന്റെ ആ വീട് കിട്ടിയിട്ട് എന്തിനാ? ഇനി എന്തുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. പിന്നെ ഇതിനു വേണ്ടി വേറെ കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? അയാൾക്ക് എന്നെ നേരത്തെ അറിയാം. വെറും അച്ഛൻ വരുത്തി വെച്ച കടബാധയ്ക്ക് പകരല്ലേ ഇതൊന്നും. പിന്നെന്താ പ്രശ്നം? അത് 2 വർഷം മുമ്പ് അയാൾ എൻ്റെ പുറകെ വന്നിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ PSC കോച്ചിങ്ങിന് പോയിരുന്ന സമയം ഞങ്ങളുടെ കോച്ചിങ് സെൻ്ററിന് മുമ്പിലായിരുന്നു ആലക്കൽ വെഡ്ഡിങ് മാള്. അവിടെ എപ്പോഴും അയാളുണ്ടാകും. ചിലപ്പോഴൊക്കെ ഞാനും ശ്രദ്ധിക്കാറുണ്ട് എന്നെ നോക്കുന്നവനെ. അന്നൊക്കെ എൻ്റെ ഈ കൊച്ചുമക്കളെ വിട്ടേച്ചുള്ള ഓട്ടോ അല്ലേ, എങ്ങനെയെങ്കിലും ഒരു ജോലി, അതിനുവേണ്ടിയുള്ള പഠിത്തം, അത് മാത്രമായിരുന്നു മനസ്സിൽ. കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ കിടന്നൊരുക്കുമ്പോൾ ഞാനൊരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അച്ഛനാണെങ്കിൽ അങ്ങനെ ഒരു കഥ. നിനക്കറിയാലോ, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടണമെന്ന്. ആ കാലയളവിൽ നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദം, തലവേദന, മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാം. എന്നാൽ ഇതിലൊന്നും തോറ്റു കൊടുക്കാതെ ഇത് നേടണമെന്ന വാശിയോടെയാണ് ഓരോ ദിവസവും ഞാൻ അവിടെ എത്താറ്. ഒരു ഞായറാഴ്ച അവിടെ മോഡൽ എക്സാം നടന്നിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ ഒരുപാട് വൈകി. അന്നാണ് അയാൾ എന്നോട് സംസാരിച്ചത്. ചൈത്ര, എനിക്ക് തന്നോട് സംസാരിക്കണം. അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരു ഊഹുണ്ടെങ്കിൽ പോലും താൻ എന്താ എന്ന രീതിയിലാണെന്ന് നോക്കി. ഞാൻ ക്രിസ്റ്റി, ആലക്കൽ തറവാട്ടിലെ ഇളയ സന്തതിയാണ്. എനിക്ക് തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, താൻ സമ്മതിക്കുകയാണെങ്കിൽ. ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. അയാൾ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ എടുത്തടിച്ച പോലെ ഞാൻ മറുപടി കൊടുത്തു. എൻ്റെ മറുപടി തന്നെ അത്യാവശ്യം കനത്തിലായതിനാൽ നടന്നു പോകാൻ ഒരുങ്ങി എന്നെ അയാൾ തടഞ്ഞു. അതെന്താ കാരണം? മിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലെന്ന്. അല്ലെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിനിടയിലേക്ക് ഇതുകൂടി തലയിലേറ്റ് എനിക്ക് ശേഷിയില്ല. പ്ലീസ്. വീട്ടിലെ പ്രശ്നങ്ങൾ അനിയത്തിമാരൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് അയാളെ കളിയാക്കും പോലെ തോന്നിയോണ്ടാണ് എന്തോ ഒരു ദേഷ്യത്തോടെ തിരിഞ്ഞെൻ്റെ കയ്യിൽ പിടിച്ചു. അതെന്താണ് ഞാനൊരു തലവേദനയാണെന്ന് പറയുന്നത്? മുമ്പ് ഇതുപോലെ എത്ര തലവേദനകൾ വന്നിട്ടുണ്ട് മോൾക്ക്? അവനൊരു പൂച്ചച്ചിരിയോടെ ചോദിച്ചോണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ അവിടെ അയാൾ എൻ്റെ കൈ പിടിച്ചപ്പോൾ ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിടന്നിരുന്ന അമ്പിളി ചൈത്രയെ നോക്കി. ഞാനൊന്ന് ആ മുഖം നോക്കി ഒന്ന് കൊടുത്തു. ചൈത്രേ? അമ്പിളി അറിയാതെ വിളിച്ചു. പിന്നെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കൈ കയറി പിടിച്ചവരെ ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് എന്തുണ്ടായിടി? എന്നിട്ടെന്താ, ഒരാഴ്ച കൂടി എനിക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാൾ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ടെസ്റ്റ് എഴുതി 4 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ UP ടീച്ചറായി ജോലി കയറി. ഇവിടെ കയറി കുറച്ച് കഴിഞ്ഞാണ് അയാളെ ഞാൻ വീണ്ടും കാണുന്നത്. നമ്മുടെ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമും ചിൽഡ്രൻസ് പാർക്കൊക്കെ ആരക്കൽ ഗ്രൂപ്പ് കുറേ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കേൾക്കുമെങ്കിലും അന്ന് അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് അയാളെ ഞാൻ കാണുന്നത്. അന്നൊക്കെ അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുമെങ്കിലും ഇതിനൊക്കെ ഇത്രയും പൈസ എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരുണ്ടല്ലോ എന്ന് പറയും. പിന്നെയും കുറെ കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അച്ഛനും കൂട്ടുകാരും ഉണ്ടാക്കി വെച്ചുള്ള കടങ്ങളും പലിശയെല്ലാം വലിയൊരു തുകയായിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. അപ്പോഴും തളരാതെ പിടിച്ചെന്ന് ഞാൻ വീണുപോയത് അതെല്ലാം ആരക്കൽ ഫിനാൻസിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ്. ഇത്രയൊക്കെയായിട്ടും അച്ഛൻ്റെ മദ്യപാനത്തിനും പ്രവൃത്തികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങൾ ചിലവുകളെല്ലാം വെട്ടിച്ചുരുക്കുകയാണെങ്കിലും എൻ്റെ വരുമാനത്തിൽ നല്ലൊരു പങ്കും ഞാൻ അച്ഛൻ്റെ കടം വീട്ടാൻ കൊടുത്തു. ഒരിക്കൽ ആർക്കൽ ഫിനാൻസിൽ നിന്ന് 2 പേർ അച്ഛനെ തിരഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന പൈസയിൽ പകുതി പോലും അങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന സത്യം അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞു. അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ കൂട്ടുകാരൻ മുരളിയുടെ കയ്യിലാണെന്നും പറഞ്ഞു. മാസാമാസം അച്ഛൻ്റെ തുക എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. എൻ്റെ മക്കൾക്ക് പോലും ഡ്രസ്സോ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെയാണ് അച്ഛന് കടം വീട്ടാൻ പൈസ കൊടുത്തിരുന്നത്.
പക്ഷേ അവിടെയും ഞാൻ പറ്റിക്കപ്പെട്ടു. 25% ഈ 2 മാസത്തിനുള്ളിൽ അടക്കണമെന്നും അല്ലാത്ത പക്ഷം ഞങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് അടയ്ക്കുന്നവർ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞു വീടിൻ്റെ രേഖകളാണ് അച്ഛനും കൂടെയുള്ളവരും അവിടെ പകരം കൊടുത്തിട്ടുള്ളതെന്ന്. ആ ദിവസം ഞാൻ അച്ഛനായിട്ട് ഒരുപാട് വഴക്കിട്ടു. വായി തോന്നിക്ക് വിളിച്ചു പറഞ്ഞു. അപ്പം അച്ഛൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനെ അവിടെ കണ്ടില്ല. ഞാൻ പോവാ, കടം വീട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ, ഞാനിവിടെ നിന്നാൽ ഇനിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. മേശപ്പുറത്ത് വെച്ചൊരു പേപ്പറിൽ അങ്ങനെയാണ് എഴുതിയിരുന്നത്. ആ പേപ്പറും പിടിച്ച് കുറച്ചങ്ങനെ നിന്നു. അല്ലെങ്കിലും അച്ഛനില്ലാത്ത കുറവുകളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഉണ്ടായിരുന്നപ്പോഴും എല്ലാം എൻ്റെ തലയിൽ തന്നെയായിരുന്നു. കുറച്ചു കാലമൊക്കെ ഞാനും അന്വേഷിച്ചു. പിന്നെ എന്തെങ്കിലും തിരികെ വരുമെന്ന ആശ്വാസത്തിൽ ജീവിച്ചു. അതിനിടയിലേക്കാണ് ഇപ്പോൾ കുറച്ചായിട്ട് അയാൾ ക്രിസ്റ്റി കൊടുക്കാനുള്ള പൈസയുടെ അടവേറ്റ് ചെയ്യുന്ന 2-3 തവണ മെസ്സേജ് വന്നപ്പോഴാണ് കുറച്ചുകൂടി സാവകാശം തന്നെ പറയാൻ ഞാൻ ആർക്കൽ ഫിനാൻസിലെത്തിയത്. അവിടെ MD കണ്ട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അയാളായിരുന്നു MD. എന്നെ കൂടി കണ്ടപ്പോൾ പിന്നെയെല്ലാം നേരിട്ടായി. ഇന്നലെ വന്ന പൈസ മുഴുവനായിട്ട് കിട്ടും വരെ വീടിൻ്റെ അവകാശം എൻ്റെ പേരിലും കൂടി കിടക്കട്ടെ എന്നും പറഞ്ഞ് അതും എഴുതി വാങ്ങിച്ചു. അത്തരമൊരു വലിയ തുകക്ക് പകരം എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അവളൊന്ന് എഴുവീർപ്പെട്ടു. എല്ലാം കേട്ട് അമ്പിളി കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ചൈത്ര, എനിക്ക് തോന്നുന്നു ഇത് വെറൊരു പൈസ പ്രശ്നം മാത്രമല്ല. അന്ന് നീ ആ പ്രപ്പോസൽ നിരസിച്ചു അയാൾ അടിച്ചതിൻ്റെ കൂടിയാവുന്ന. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാനും പിന്നെ പ്രതികരിക്കാൻ നിൽക്കാതെ എല്ലാം അനുസരിക്കുന്നു. ഇനി അയാളോട് കൂടി പോയിട്ടിറങ്ങാനുള്ള ത്രാണി എനിക്കില്ല. അപ്പോഴേക്കും അവർ സ്കൂളിൻ്റെ മുറ്റത്തെത്തിയിരുന്നു. എന്താ ടീച്ചറെ, എന്തു പറ്റി? ഉമ്മർ മാഷ് കണ്ടപ്പോഴേ ചോദിച്ചു. ഇല്ല മാഷേ, ഒന്നുമില്ല. ഇപ്പോഴും ഇവിടുത്തെ HM ഉമ്മർ മാഷാണ്. തൻ്റെ ജീവിതത്തിൽ ഈ നേട്ടോട്ട് ഏറെക്കുറെ മാഷിനും അറിയാം. ആർക്കൽ ഫിനാൻസിൽ അച്ഛനുണ്ടാക്കി വെച്ച കടം ഉൾപ്പെടെ. ആൾ വേഗം പഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ക്യാബിനിൽ പോയിരുന്നു. പതിയെ തന്റെ തിരക്കുകളിലേക്ക് കടന്നു. വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം മാളുവിനെയും കൂട്ടി സ്കൂളിൽ നിന്നിറങ്ങി. ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയതിൽ അവളെ ശകാരിക്കുന്നുണ്ട്. ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞാണ് ചിത്തു എത്താറ്. കവലയിൽ 5 മണിക്കുള്ള ബസ്സിലാണ് അവളും കൂട്ടുകാരും വരാറ്. വീടിന്റെ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു വീടിന്റെ തിണ്ണയിലിരുന്ന് പപ്പായ കടിച്ചു നിന്ന പാപ്പിയെ. ക്രിസ്റ്റിയുടെ വാരാണവൻ. ഇവിടെ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അവളുടെ കൂർപ്പിച്ചുള്ള നോട്ട് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റു. ആ ടീച്ചറെ, നിങ്ങളെത്തിയാ? അതിനൊന്നും മിണ്ടാതെ അവരൊന്നുകൂടി കൂർപ്പിച്ചു നോക്കേണ്ട അകത്തേക്ക് കയറി. ആ ടീച്ചറെ, ഈശാൻ പറഞ്ഞു ഇവിടുന്ന് 2 ചക്കയും പപ്പായൊക്കെ പൊട്ടിക്കാം. അപ്പോഴാണ് താഴെയിട്ട ചക്ക തോളിലെടുത്ത് ഒരാൾ മടിയിലേക്ക് വെക്കുന്നത് കണ്ടത്. ചൈത്ര ദേഷ്യത്തോടെ പല്ലടിച്ചുകൊണ്ട് അവനൊന്നുകൂടി നോക്കി ദഹിപ്പിച്ചു. കിട്ടിയെങ്കിൽ കയറിപ്പോന്നര്, ടീച്ചറും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവൻ വേഗം അവളെ നോക്കി ചക്കയും വണ്ടിയിലെടുത്ത് വെച്ചിട്ട് കൂടെയുള്ളവർ വിളിച്ചു. ആരക്കൽ ക്രിസ്റ്റിയുടെ സന്തത സഹചാരിയാണ് അവൻ. ഈ ചായ എന്ന് വിളിച്ച് കൂടെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ചക്കയും വണ്ടിയിലിട്ടുകൊണ്ട് അവർ പോയി. അവർക്ക് എന്തിനെന്നറിയാത്ത സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാനാവില്ല. ഇന്നലെ മുതൽ ഇത് അയാൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതും വിചാരിച്ച് അവൾ അകത്തേക്ക് കയറി. മാളു അപ്പോഴേക്കും കുളിക്കാൻ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിത്തു കൂടി എത്തി. എന്താടി, ഇന്നും മോക്കൊരു കൊട്ടയ്ക്കുണ്ടല്ലോ. എൻ്റെ ചേച്ചി, എനിക്ക് വയ്യനി ആ ബസ്സിൽ വരാൻ. അയാൾ പിന്നെ ഓരോ നോട്ടും കാട്ടിക്കൂടലൊക്കെ. അവരോടൊന്നുമില്ല, എന്നോട് മാത്രം. അതെങ്ങനെയാ? എല്ലാവർക്കും ചോദിക്കാൻ ആളുണ്ടല്ലോ, എനിക്കല്ല ആരും ഇല്ലാത്ത. പെണ്ണ് സങ്കടം കൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറച്ചായി ഇങ്ങോട്ടേക്കുള്ള ബസ്സിലെ കണ്ടക്ടർ പയ്യൻ അനാവശ്യ രീതിയിലുള്ള നോട്ടവും തൊടലും ഒക്കെ. കുറച്ചായി അവൾ ഇത് പറയുന്നു. ഈ നേരത്തെ കവല വരെ വേറെ ബസ് ഇല്ലാതായി പോയി. അല്ലെങ്കിൽ ഇതിങ്ങനെ കേൾക്കേണ്ടി വരില്ല. തന്നെ പോലെയല്ല ചിത്തു. ഒന്നുകൂടി ഒതുങ്ങിയ സ്വഭാവമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ താനും ആളും നേരെ മറിച്ചാണ്. കുറച്ച് പ്രതിരോധിക്കാനൊക്കെ അറിയാം. നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇനിയൊരു പുതിയ പ്രശ്നം കൂടി തലയിലെടുത്ത് വെക്കാൻ വയ്യെങ്കിലും ചിത്തുവിനൊന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്തു പറ്റിയടി, ഇന്നും മുകളിലൊരു കൊട്ടയ്ക്ക്? പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്കുള്ള നടത്തത്തിൽ അമ്പിളിയാണ്. ഇനി എന്ത് പറ്റാനാ? വീടും പറമ്പ് അയാളുടേത് കൂടിയല്ലേ. ഇന്നലെ ചിങ്കിടികളെ പറഞ്ഞയച്ചിരുന്നു ചക്ക ഇട്ട് കൊണ്ടുപോകാൻ. ഇതിപ്പോ കുറച്ചായി ചക്ക മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അമ്പിളിക്കറിയാം അത്ര കൂടുതലൊന്നുമില്ലെങ്കിലും അവളുടെ വീട്ടിൽ വിളയുന്ന സാധനങ്ങൾ. ചക്കയും മാങ്ങയും പപ്പായ അരിനെല്ലിക്കയും ഇരുമ്പമ്പുളിയൊക്കെയുണ്ട് ആ കൊച്ചു പറമ്പിൽ. ചൈത്ര, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത്? ആരെങ്കിലും അമ്മച്ചിയില്ലേ, അവരൊന്ന് പോയി കണ്ടാലോ? ഈ ക്രിസ്റ്റിയുടെ വല്യമ്മച്ചിയാണ് അവര്, ത്രേസ്യാമ്മച്ചി. ഇവരുടെ മകനായ ചാക്കോയ ആരക്കൽ ക്രിസ്റ്റിയുടെ അപ്പൻ. അയാൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പിന്നെ ഈ ക്രിസ്റ്റി നോക്കി നടത്തുന്ന ആരക്കൽ പ്രോപ്പർട്ടികളെല്ലാം ത്രേസ്യാമ്മയുടെ കീഴിലായിരുന്നു. ഇപ്പോഴും ആരക്കല മഹാറാണിയാ അവര്. എൻ്റെ അമ്മ കുറേ കാലം ആരക്കലായിരുന്നു, അടുക്കള പണിക്കാരിയായിട്ട്. എനിക്ക് ജോലിക്കായ ശേഷം അമ്മച്ചി അങ്ങോട്ടേക്ക് പോക്ക് നിർത്തിയത്. എന്നാലും വിശേഷ ദിവസങ്ങളൊക്കെ ഇപ്പോഴും പോവാറുണ്ട് ത്രേസ്യാമ്മച്ചിയെ കാണാൻ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാൽ വെറുതെ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ. നിന്നെ കൊണ്ട് എന്തായാലും അത്രയും വലിയ തുക ഇനി പെട്ടെന്ന് അടച്ചു തീർക്കാനാവില്ല. പക്ഷെ അതുവരെ നിങ്ങൾക്ക് മാത്രമുള്ള വീട്ടിലേക്ക് ഇനി അമ്മയുടെ വരവെങ്കിലും നമുക്ക് ഉറക്കാമല്ലോ. വേണ്ട അമ്പിളി, അതൊന്നും വേണ്ട. ഇനി ഞാൻ പരാതിയിട്ട് അവിടെ പോയി അതും കൂടി അയാൾ അറിഞ്ഞാൽ ആ ദേഷ്യത്തിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? അതൊന്നും ഉണ്ടാവില്ലടി, നീ ഇങ്ങനെ പേടിക്കാതെ. നമ്മളിന്ന് ആർക്കൽ തറവാട്ടി പോകുന്നു, അമ്മച്ചിയെ കാണുന്നു. അയ്യോ വേണ്ട, എനിക്ക് വയ്യ. എന്നാ വേണ്ട, നാളെ വെള്ളിയാഴ്ചയല്ലേ, മാർത്തോമാപ്പള്ളിയിൽ കുർബാന വിടാൻ പോകുക ആള്. അമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിടയ്ക്ക് കാണാറുണ്ട്.
കയ്യിലൊരു കൊന്തമാലയും പിടിച്ച് കുടയും ചൂടി പോകുന്നു. ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. നീ എന്തായാലും നാളെ അമ്പലത്തിലേക്ക് ഇറങ്ങ്. വേണ്ടടി, എനിക്ക് പേടിയാ. ഒന്നും വേണ്ട. ദേ പെണ്ണെ, നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ രാവിലെ അമ്പലത്തിലേക്ക് വായോ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന നേരവും അമ്പിളി അത് തന്നെയാണ് അവളോട് പറഞ്ഞത്. പക്ഷേ ചൈത്രയും എല്ലാം മൂളിക്കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അവളോടൊന്നും എതിർത്ത് പറയാനാവില്ല. ഇവളാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കാനുള്ള ഏക കൂട്ടുകാരി. ഇന്നേവരെ എനിക്ക് ഗുണകരമാവുന്നേ ചെയ്തിട്ടുള്ളൂ. തൻ്റെ ഈ ജീവിതത്തോട് അലിവും സഹതാപവും തോന്നിയത് ഇവൾക്കാണ്. എന്തായാലും അവളോടൊപ്പം നാളെ അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ചൈത്രയും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ കാപ്പിക്കുള്ളതെല്ലാം റെഡിയായി കുളിച്ചിറങ്ങുമ്പോഴേക്ക് അമ്പിളിയുടെ വിളി വന്നിരുന്നു. വേഗം ഒരു സാരി ഞൊറിഞ്ഞെടുത്ത് മുടികെട്ടി ഇറങ്ങി. മാളുവിനോടും ചിത്തുവിനോടും ഭക്ഷണം എടുത്ത് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ മുറ്റത്തേക്ക് ഇറങ്ങിയത്. വഴിയിൽ അമ്പിളി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും അമ്പലത്തിലേക്ക് പോവാറുണ്ടെങ്കിലും ഒരുമിച്ചുള്ള ഇറക്കം വല്ലപ്പോഴുമേ ഉണ്ടാവും. അവൾ അമ്മയ്ക്കൊപ്പമാണെങ്കിൽ ചൈത്രയും ചിത്തുവും ആളും കൂടിയാണ് അധികവും തൊഴാൻ പോവാറ്. എടി വേം വാ, അമ്മച്ചിയെ കാണാനാവും എന്തോ. ഇല്ലെങ്കിൽ അത്രയും സമാധാനം, നാം കണ്ണിനെ തൊഴി തിരിച്ചു വരാം, ചൈത്ര ഒരു സമാധാനത്തോടെ പറഞ്ഞു. വെണ്ണയങ്കര ക്ഷേത്രം കഴിഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറത്ത് എതിർവശമാണ് മാർത്തോമാ ചർച്ച്. ക്ഷേത്രത്തിന് മുമ്പിലെത്തിയപ്പോൾ ചൈത്ര വേഗം പടികൾ കയറാനാകും. ഡി, നീ എവിടേക്കാ? തൊഴാൻ. അപ്പൊ അമ്മച്ചിയെ കാണണ്ടേ? നീ തൊഴുതു വരുമ്പോഴേക്കും അതതിന്റെ പാട്ടിന് പോകും. അമ്പിളി അവളെ നോക്കി കണ്ണുരുട്ടി. എന്റെ അമ്പിളി അവർ പൊയ്ക്കോട്ടെ, അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. വെറുതെ അതിന്റെ സമയം കൂടി കളയാനായിട്ട്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, നമുക്ക് കുറച്ചേരം അവിടെ നിൽക്കാം. അവൾ ആൽമരച്ചൂട്ടിലിരുന്ന് ചൈത്രയും പിടിച്ചിരുത്തി. അമ്പലത്തിലേക്കുള്ള പടിക്കെട്ടുകൾക്ക് താഴെ ഇരിക്കുന്ന കൈനോട്ടക്കാരിയെ നോക്കിക്കൊണ്ട് ചൈത്രയും ഇരുന്നു. ഇവിടെ നിന്നാൽ എതിർവശം റോഡിലൂടെ ആളുകൾ പോകുന്ന കാണാം. വെള്ളിയാഴ്ച കുർബാന കൂടാൻ വെള്ള ഡ്രസ്സും തലയിൽ ഷാളുമൊക്കെ ഇട്ട് ആളുകൾ നടന്നു പോകുന്ന അമ്പിളി കാണാറുണ്ട്. ഒരിക്കലും അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് വന്നപ്പോൾ അമ്മച്ചിയെ കണ്ടിരുന്നു. അതിന്റെ ബലത്തിലാണ് അവളെയും പിടിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്താ മക്കളെ, കൈ നോക്കണോ? രണ്ടാളെയും നോക്കിക്കൊണ്ട് കൈനോട്ടക്കാരി വായിലെ മുറുക്കാൻ നീട്ടി തുപ്പിക്കൊണ്ട് ചോദിച്ചു. ഏയ് വേണ്ടേച്ചി, ഇങ്ങ് വാ മോളെ, ഈ മുഖം കണ്ടാൽ തന്നെ അറിയാൻ ഭാഗ്യവതിയാണെന്ന്. അടക്കി വന്ന ചിരി കൈകൊണ്ട് പൊത്തിപ്പിടിച്ച അവൾ അമ്പിളിയെ നോക്കി. ശരിയായിച്ചി, ഇവളെ പോലൊരു ഭാഗ്യവതി പഞ്ചായത്തിൽ ഇനി വേറെ കാണില്ല. കളിയല്ലേ കുട്ടി, ഞാൻ പറഞ്ഞ് ഭാഗ്യം ചെയ്തവള് തന്നെയാ. അവനില്ലേ ആ കള്ളക്കണ്ണൻ, കുറച്ചൊക്കെ ഓടിപ്പിക്കും. എന്നിട്ട് പ്രാണനെ പോലെ സ്നേഹിക്കുന്നവന്റെ മുമ്പിലായി കൊണ്ട് നിർത്തും നിന്നെ. അവന്റെ ഇടനെഞ്ചിലായിരിക്കും പിന്നെ അവൻ നിന്നെ കൊണ്ടു നടക്കുക. നീ നോയിക്കോ, ഞാൻ മുഖലക്ഷണം പറഞ്ഞ അതൊരിക്കലും തെറ്റാറില്ല മോളെ. നിന്റെ സീമന്തരേഖയിൽ അതിമനോഹരമായൊരു ദാമ്പത്യ ജീവിതം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഉള്ളിൽ ചിരിച്ചു മറിയുന്നുണ്ടെങ്കിൽ കേൾക്കാനൊരു സുഖമൊക്കെ ഉള്ളതുകൊണ്ട് ചൈത്രയും ഒരു പുൻചിരിയോടെ കേട്ടു നിന്നു. അമ്പിളി ഇതിലും വലുത് എത്ര കേട്ടതാണെന്ന രീതിയിൽ പുച്ഛിച്ചുകൊണ്ട് റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എടി, അതാ അമ്മച്ചി, വാ. അവൾ ചൈത്രയുടെ കൈയും പിടിച്ച് റോഡിലേക്ക് ഓടി. അമ്മച്ചി, അമ്പിളി വിളിച്ചു. വെളുത്ത ചട്ടയും മുണ്ടും തലയിലൊരു വെളുത്ത തട്ടവും, ഒരു 65-70 വയസ്സ് തോന്നിപ്പിക്കുന്ന സ്ത്രീ. പ്രസന്നമായ ആഠ്യത്വം തുളുമ്പുന്ന മുഖം, കയ്യിലൊരു കുഞ്ഞു ബൈബിളും കൊന്തമാലയും മറ്റേ കയ്യിലൊരു കുടയും, കാതിൽ സ്വർണത്തിന്റെ ഓരോ ഒറ്റ വളയങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിനക്കരയിലെ ശീല ചേച്ചിയെ പോലെ അതേ എടുപ്പും സൗന്ദര്യവും. എന്നതാ കൊച്ചേ, നീ ആ സതിയുടെ മോളലിയോടി? അതെ അമ്മച്ചി, ഞങ്ങൾക്ക് അമ്മച്ചിയുടെ കാര്യം പറയാനുണ്ട്. എന്നതാ കൊച്ചേ കാര്യം? അത് അമ്മച്ചി, ഇത് ചൈത്ര, എന്റെ കൂട്ടുകാരിയാ. അവൾ തനിക്ക് പിന്നിലുണ്ടായിരുന്ന ചൈത്ര അടുത്തേക്ക് പിടിച്ച് വലിച്ചു. പേടിച്ച് പതുങ്ങി അവൾക്ക് പിന്നിൽ നിൽക്കുന്ന അവൾ അമ്മച്ചിയെ നോക്കി. അമ്മച്ചി, ഇവിടെ ആർക്കൽ ഫിനാൻസിലോട്ട് അച്ഛനൊരു തുക ലോൺ എടുത്തിരുന്നു. പക്ഷെ അതിപ്പോൾ തിരിച്ചടക്കാൻ കഴിയാതെ അച്ഛൻ നാട് വിട്ടു. ഇപ്പൊ എല്ലാ ബാധ്യതകളും ഇവളുടെ തലയിലാണ്. കുടുംബം നോക്കുകയും അനിത്യമായിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടും ഇവള് വളരെ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ആർക്കൽ ക്രിസ്റ്റി താൽക്കാലികമായിട്ട് ആ വീടിന്റെ കൈവശാവകാശം കൂടി വാങ്ങി വെച്ചിരിക്കുക. അമ്പിളി അതും പറഞ്ഞുകൊണ്ട് ചൈത്രയെ നോക്കി. ഇതുവരെ അമ്പിളി പറയുന്ന കേട്ടുകൊണ്ടിരുന്ന അമ്മച്ചി അവൾക്ക് നേരെ മുഖം തിരിച്ചു. കണ്ണിലൊക്കെ ചെറുതായി വെള്ളം നിറച്ചിട്ടുണ്ട്. വീടെല്ലാം അയാളുടെ പേരിലിരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാനും അനിയത്തിമാരും ഓരോ രാത്രിയും പേടിച്ച് ഉറങ്ങാൻ കിടക്കാറ്. അവിടേക്ക് ഇപ്പോൾ ഇടയ്ക്കിടെ അയാളുടെ ആളുകൾ വീട്ടിൽ വരും. അയൽവാസികൾ നാട്ടുകാരൊക്കെ സംശയക്കണ്ണുകളോടെയാണ് ഞങ്ങൾ നോക്കുന്നത്. വീടെല്ലാം നിങ്ങളെടുത്തോ, പക്ഷെ ഓരോ കാര്യം പറഞ്ഞ ആളുകളുടെ അങ്ങോട്ടുള്ള വരവെന്ന് കുറക്കാൻ പറയണം പ്ലീസ്. അപ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയിരുന്നു. അമ്മച്ചിക്ക് എന്തോ വലിയ സങ്കടം തോന്നി. കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് സാരി തലപ്പുണ്ട് മുഖം തുടക്കുന്നവളെ നോക്കി. കൊച്ചേ, എനിക്കിതൊന്നും അറിയാൻ മേല. ഫിനാൻസിലെ കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. എന്നാലും എൻ്റെ ക്രിസ്റ്റി നെറികേട് കാട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാ. എന്നതായാലും കൊച്ചു വിഷമിക്കേണ്ട. അവന്മാർ ഇനി ആ വളപ്പി കാലുകുത്തില്ല. അതിനെന്ത് ചെയ്യണമെന്ന് ഈ ത്രേസ്യക്ക് അറിയാം. ചൈത്ര ഒരു ആശ്വാസത്തോടെ അവരെ നോക്കി. ശേഷം നന്ദിയോടെ അവർക്ക് നേരെ കൈകൂപ്പി. തൻ്റെ ഇടമുള്ളവളാ നീ. അപ്പന് ഇത്രയും വലിയൊരു നെറികേട് കാണിച്ചു പോയിട്ടും താഴെയുള്ളതുങ്ങളെയും നോക്കി അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? പോയിക്കോ, ഞാൻ ആ തലതെറിച്ചവന്മാരൊന്ന് കാണട്ടെ. അവൾ ചെറിയൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അമ്പിളിക്കൊപ്പം വീണ്ടും അമ്പലമുറ്റത്തേക്ക് തന്നെ നടന്നു. എൻ്റെ ഈശോ മിശിഹായേ, ഈ കള്ള നസ്രാണി ഇത് എന്ത് ഭാവിച്ച എൻ്റെ കർത്താവേ? ത്രേസ്യാമ്മ മേലോട്ട് നോക്കിയെന്ന് കുരിശു വരച്ച ശേഷം വീണ്ടും മുന്നോട്ട് നടന്നു. അമ്പലനടയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ശാന്തത വന്നിരുന്നു ചൈത്രയ്ക്ക്. അവളൊരു ഇളം ചിരിയോടെ അമ്പിളിയെ തലയിരിച്ച് നോക്കി. ശേഷം പ്രസാദവും വാങ്ങി തിരികെ നടന്നു.
വൈകുന്നേരം ആർക്കൽ വീണ്ടുമ്പിൽ അവന്റെ ജിപ്സി വന്ന് നിന്നു. അതിൽ നിന്ന് ക്രിസ്റ്റി ചാടി ഇറങ്ങി. മുറ്റത്തായി ഉണക്കാനിട്ടിരിക്കുന്ന കുരുമുളക് ചാക്കിൽ നിറക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മച്ചി. ഹലോ കൊച്ചു ത്രേസ്യാഘോഷേ, എന്നതാ പരിപാടി? എന്തോന്ന് പരിപാടി, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പരിപാടിയൊക്കെ നിനക്കല്ലയോടാ. ആരുമില്ലാത്ത പെൺകുട്ടിയോട് മാത്രമുള്ള വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുന്നു, വീടിന്റെ അവകാശം എഴുതി വാങ്ങിപ്പിക്കുന്നു, പിന്നെ അങ്ങോട്ട് നിന്റെ തലതെറിച്ചവന്മാർ അവിടെ മേയാൻ വിടുന്നു. അങ്ങനെ നിനക്കില്ലാത്ത പരിപാടികൾ ഇപ്പൊ എന്നതാടാ ഉള്ളത്? അമ്മച്ചി കുറച്ച് ഗൗരവത്തിൽ അവന് നേരെ തിരിഞ്ഞു. ഓഹോ, അപ്പൊ എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള വെപ്പാണല്ലേ? അവൻ മനസ്സിലോർത്തു. അതെന്നതാ ത്രേസ്യാമോ, അതൊക്കെ എന്റെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലേ. ഒരു പാവം പിടിച്ച പെണ്ണിനെ അതിന്റെ താഴെയുള്ള നിങ്ങളെയും പേടിപ്പിച്ച് വീട്ടിലും പറമ്പിലും കയറി നിരങ്ങുന്നതാണാ നിന്റെയും നിന്റെ തലതിരിച്ച വാലുകളുടെയും പണി. അവസാനം അതും പറഞ്ഞ അമ്മച്ചി നോക്കിയത് വണ്ടിയിൽ ചാരി നിൽക്കുന്ന പാപ്പിയാണ്. അത് തന്നെ ഉദ്ദേശിച്ചാണ്, തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന രീതിയിൽ പാപ്പി അമ്മച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്റെ അമ്മച്ചി അവളങ്ങനെ അത്രക്ക് പാവം പിടിച്ചോളൊന്നല്ല. അത് പറയുമ്പോൾ അവൻ കവിളിലൊന്ന് കൈവച്ചു. അവളുടെ അച്ഛൻ ലക്ഷങ്ങളെ വെട്ടിച്ച് കടന്നുകളഞ്ഞ്. അത് നിങ്ങളുടെ അപ്പൻ ചെയ്ത തെറ്റിന് നീ ആ പാവം പിടിച്ച പെണ്ണിന് എന്തിനാണ് ശ്വാസം മുട്ടിക്കുന്നത്? ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കണ്ടായിരുന്നു, പാവം. ഓഹോ, അപ്പൊ അതാണല്ലോ ഈ പൂമുഖത്തിന് ഇത്ര ഖനം. അവൻ അമ്മച്ചിയുടെ കവിളിൽ കൈവച്ചു. എന്നാൽ അവർ മുഖം വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. എന്നാ ശരി, ഇനി ഇതും പറഞ്ഞ് ആരോട് കയറിപ്പോവില്ല, പോരെ? നീയും പോകാൻ പാടില്ല. അമ്മച്ചി അവനെ കനപ്പിച്ചു നോക്കി. അതെനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതെന്താടാ? അതൊക്കെ ഉണ്ട്. ക്രിസ്റ്റിയുടെ മുഖത്ത് കള്ളശ്ശിരിയാണ്. എനിക്ക് അപ്പോഴേ തോന്നി ഇത്രയും എണ്ണക്കെട്ട പണി നീ എടുക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമെന്ന്. പിന്നെ ഞാൻ ആ ടീച്ചർ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, വല വേണ്ടാതിനോ ആരെങ്കിലും കാണിച്ച് ആ മുഖം അടിച്ച് പൊട്ടിച്ചേക്കണമെന്ന്. അമ്മച്ചി അവനൊരു വിളിയോടെ വീണ്ടും കവിളിൽ കൈവച്ച്. കുരുമുളകെല്ലാം ചാക്കിലാക്കി കെട്ടി വണ്ടിയിൽ കയറി അവർ പോയ ശേഷം അമ്മച്ചി അവനരികിലായ ആട്ടുകെട്ടിൽ വന്നിരുന്നു. എന്നതാ കാര്യം? അതൊക്കെയുണ്ട്, ഞാൻ പിന്നെ പറയാം. ഇപ്പൊ കഴിക്കാൻ എന്നാ ഉണ്ട്? പാലക്കാട് നിന്ന് ഇതുവരെ വണ്ടി ഓടിച്ചു വരുന്ന വഴിയാ, വിശക്കുന്നു. അവൻ ആ കൈകൾ പിടിച്ച് വലിച്ചു. എന്നതായാലും കുഴപ്പമില്ല. ഇനി ആ പെങ്കൊച്ചി കരഞ്ഞെന്റെ മുമ്പിൽ വരാൻ ഇടവന്നാ? അവരൊരു കള്ളഗൗരവത്തോടെ അവനെ നോക്കി. ഇല്ലെന്നേ, കർത്താവാണേ സത്യം. ക്രിസ്റ്റി അവർക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മച്ചി പതിയെ എണീറ്റ് അടുത്ത് നിൽക്കുന്ന പാപ്പിയും തറപ്പിച്ചു പോയിക്കൊണ്ട് കണ്ണട ശരിയാക്കി അകത്തേക്ക് നടന്നു. ആ ദിവസത്തിന് ശേഷം പിന്നെ ആ വീട്ടിലേക്ക് ആരും വന്നില്ല. അമ്മച്ചിയോട് പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അതിനാണ് ഇതിനാണെന്ന് നിശ്ചയം പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ് തൊടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടാവും. തങ്ങൾക്ക് അവരെ കൊണ്ടൊരു ശല്യമില്ലെങ്കിലും അയൽക്കാരുടെ സംശയങ്ങളെന്ന നോട്ടും കുത്തുവാക്കുകളൊക്കെയാണ് പേടിപ്പെടുത്തുന്നത്. അമ്പിളി അന്ന് തന്നെ വലിച്ചുകൊണ്ടുപോയി അമ്മച്ചിയെ കണ്ട മുതൽ അതില്ലാതെയായി. അവൾ ആശ്വാസത്തോട് ഓർത്തു. വീണ്ടും ഒരിക്കൽ അമ്പിളില്ലാത്തൊരു ദിവസം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. മാളുവാണെങ്കിൽ സാധാരണ മാഷിന്റെ കണക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് പിന്നെയുള്ള ആ ചെറിയ റൂട്ടിലൂടെ കുറച്ച് നടക്കാറുണ്ട്. ഹലോ ടീച്ചറെ, ഒന്ന് നിന്നേ. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ വിളിക്കുന്ന ആളെ കണ്ട് ചൈത്രം ഞെട്ടി. ക്രിസ്റ്റി. ടീച്ചർ അതിനിടയിൽ അമ്മച്ചിയെ കണ്ടുവല്ലേ? പക്ഷെ അമ്മച്ചിക്ക് അറിയില്ലല്ലോ. കൊച്ചുമോൻ ആദ്യമായിട്ട് ഇഷ്ടം തോന്നി അത് പറഞ്ഞപ്പോ അത്രയും ആൾക്കാർക്കിടയിലിട്ട് അവന്റെ മുഖത്തിന് തല്ലിയവളാണ് ഇതെന്നത്. അതിനവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ വെള്ളം വന്നു തുടങ്ങി. സോറി, അതിനാണ് ഇങ്ങനെ ഒരു പകരം വീട്ടിലെങ്കിൽ ആർക്ക് മുന്നിലാണെങ്കിലും വന്ന് നിങ്ങളോടന്ന് ചെയ്തതിന് ക്ഷമയോദിക്കാൻ ഞാൻ റെഡിയാ. പിന്നെ അന്ന് തല്ലിയത് വേണമെന്ന് വെച്ചിട്ടല്ലായിരുന്നു. അമ്മയില്ലാത്ത 2 അനിയത്തിമാരെ നോക്കാനും വളർത്താനും എനിക്കൊരു ജോലി വേണമായിരുന്നു. അതിനുള്ളൊരു ഓട്ടത്തിലായിരുന്നു. പല രാത്രികളും ഞാൻ ഉറങ്ങാതെ പഠിക്കാൻ മാത്രം ഇരുന്നിട്ടുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ പറയുന്ന കൂടി കേൾക്കാനുള്ള മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരാളെ കൈവീശി അടിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പിന്നെ ഞങ്ങളുടെ അച്ഛൻ തരാനുള്ള കാശിലെ ഞാൻ പതിയെ തന്നു വീട്ടിക്കോളാം. നിങ്ങളുടെ എല്ലാ കടവും വീട്ടിന് ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പൂർണ്ണാവകാശം തിരിച്ചു തന്നേക്കണം. കാരണം ഞങ്ങളുടെ ഒന്നും പറയാൻ അതുമാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ അമ്മ ഉറങ്ങുന്ന മണ്ണാണത്. പ്ലീസ്. ആൾ അവൻ്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് മുന്നോട്ട് നടന്നു. എന്റെ കർത്താവേ, ഏതൊരു നടക്ക് പോകുകയല്ല. അവൻ അതും പറഞ്ഞ് തന്നെ മറികടന്നു പോകുന്നവൾ നോക്കിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു. അമ്മച്ചിയെ പിന്നെയും കണ്ടുമുട്ടി. ഒരിക്കൽ അവളും ചിത്തുവും മാളും കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, എടി കൊച്ചേ. മാളുവിന് എന്തിനോ ശകാരിച്ചുകൊണ്ട് നടക്കുന്ന ചൈത്രയെ അമ്മച്ചി പിന്നിൽ നിന്ന് വിളിച്ചു. ചുറ്റുപാട് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അമ്മച്ചി, അത് നീ തന്നെ അല്ലയോ? ഈ മുടി കണ്ടപ്പോ തോന്നി നീ ആവുമെന്ന്. അതിനവൾ മനോഹരമായി പുഞ്ചിരിച്ചു. എന്നതാടി കൊച്ചേ, സുഖല്ലേ? സുഖാമ്മച്ചി. ഇതുങ്ങളാണോ നിന്റെ താഴെയുള്ളവ? അതെ. അവർ രണ്ടാളും അമ്മച്ചിയെ നോക്കി ചിരിച്ചു. നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാ കൊച്ചുങ്ങളെ പഠിക്കുന്നേ? ഞാൻ 10ൽ, ഇവിടെ 5ാം ക്ലാസ്സിലാ. മാളു പറഞ്ഞു. നല്ലോണം പഠിച്ചേച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കോണം. നിങ്ങളൊക്കെ പോറ്റാൻ ഇവളിങ്ങനെ ഓടുന്നൊന്നും മറക്കുകയും ചെയ്യരുത്. അമ്മച്ചി രണ്ടാളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനവർ ചിരിയോടെ തലയാട്ടി. എടി കൊച്ചേ, എന്നതാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മച്ചി. അമ്മച്ചി എന്ത് ഇത്രയും ദൂരം നിന്ന് നടന്നു വരുന്നത്? വണ്ടിയൊന്നും ഇല്ലേ? ആരാണ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു മുത്തശ്ശി ഓടുന്ന പോലെ മാള് ചോദിച്ചു. വീട്ടിൽ 2-3 വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൈപ്പിടി വരണമെങ്കിൽ എന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്നാൽ നിങ്ങൾ നടക്കി പിള്ളേരെ, ഞാൻ ഇവളോടും സംസാരിക്കട്ടെ.
മാളുവിനെയും ചിത്തുവിനെയും നോക്കി അവർ പറഞ്ഞു. ചൈത്ര എന്താണെന്ന ഭാവത്തിൽ അവരെ നോക്കുമ്പോഴേക്കും മാളുവിന്റെ കൈ പിടിച്ച് ചിത്തു മുന്നോട്ട് നടന്നിരുന്നു. നീയാണോടി വച്ചേ അന്ന് എന്റെ ചെക്കൻ്റെ മുഖം അടച്ച് തല്ലിയത്? ഗൗരവത്തിൽ ചോദിക്കുന്ന അമ്മച്ചി അവൾ ഞെട്ടിക്കൊണ്ട് തലയുയർത്തി നോക്കി. പിന്നെ അതേ വേഗത്തിൽ തലതാഴ്ത്തിയിരുന്നു. ഞാൻ അവളൊരു പേടിയോടെ തലതാഴ്ത്തി. എൻ്റെ ചെക്കൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. അമ്മച്ചി എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, ജാതി വേറെയാ. അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോരെന്ന് ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ചെക്കൻ കണ്ണു കലങ്ങിയാ വന്ന്. അന്ന് അവൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അന്നൊക്കെ കുടുംബം പോറ്റാനൊരു ജോലി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ പറ്റിപ്പോയതാ. സാരല്ല വച്ചേ, അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അവനിത് എന്നോട് പറഞ്ഞു, ആ പെണ്ണ് നീയായിരുന്നു എന്ന്. അമ്മച്ചി ഞാനിതിനി ചെയ്യേണ്ടത് എനിക്കറിയില്ല. എൻ്റെ കൊച്ചേ, നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചതാ. അന്നത്തെ നിന്റെ അവസ്ഥ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ ആരക്കൽ തെരേസയ്ക്ക് മനസ്സിലാവും. പോയിക്കോ, അത് നിങ്ങൾ നോക്കുന്നുണ്ട്. അവൾ വേഗം തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു. എടി കൊച്ചേ, ആ ചെക്കൻ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. കേട്ടുവാണെങ്കിൽ നിന്നെ തന്നെ കെട്ടുമെന്നും പറഞ്ഞ നടപ്പ്. തിരിഞ്ഞടക്കുന്നവളോട് അമ്മച്ചി ഒരു ചിരിയോടെ പറഞ്ഞു. ചേച്ചി ഇതെന്താ ആലോചിക്കുന്നത്? ചിത്തു അവളുടെ ചുമലിൽ നിന്ന് പിടിച്ചു. ഏയ് ഒന്നുമില്ല. ആ അമ്മച്ചി എന്താ പറഞ്ഞ്? അത് നമ്മുടെ വീടിന്റെ കാര്യം പറഞ്ഞ. പിന്നെയൊന്നും സംസാരിക്കാനാതെ മൂവരും വീട്ടിലേക്ക് നടന്നു. ഒരു ദിവസം ഇരുട്ടായിട്ടും ചിത്തു ക്ലാസ് കഴിഞ്ഞ് എത്തിയില്ല. ചിലപ്പോഴൊക്കെ വൈകുമെങ്കിലും ഇത്രയും നേരം ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങോട്ടുള്ള ഈ ബസ് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്കേ ഉള്ളൂ. ചേച്ചി ചിത്തു എന്താ വരാത്തേ? അറിയില്ല മോളെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ വേഗം ഫോണെടുത്ത് ചിത്തുവിന്റെ കൂട്ടുകാരുടെ നമ്പറിലേക്ക് വിളിച്ചു. ഞാനിന്ന് പോയിട്ടില്ല ചേച്ചി, അനാമിക്കൊന്ന് വിളിച്ചു നോക്കുവോ? അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് അനാമികയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ അനാമിക, ഞാൻ ചിത്രയുടെ ചേച്ചിയാ. എന്താ ചേച്ചി, നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ആ പോയല്ലോ. ചിത്ര ഇതുവരെ എത്തിയിട്ടില്ല. അവൾ ഞങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൾ കൂടാൻ ചിലപ്പോൾ ചേച്ചി വരും, അല്ലെങ്കിൽ അടുത്ത ബസ്സിന് വന്നോളാന്ന് പറഞ്ഞിരുന്നു. അവളത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പോന്നു. ആ മറുപടിയായിട്ട് ചൈത്രം ഞെട്ടി. ഞാൻ അവളെ കൊണ്ടുവരാൻ ചെല്ലുന്നു. ഇവിടുത്തെ എന്തൊക്കെയായി പറയുന്നേ? ഒരു നിമിഷം ചൈത്ര ചിന്തിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ വേഗം വീട് കൂട്ടി മാളുവിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അവൾ വേഗം മാളുവിന്റെ കൈ പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി. അമ്പിളിയെ വിളിക്കണോ വേണ്ടയോന്ന് ചിന്തയോടെ മുന്നോട്ട് നടന്നു. നേരം ഇരുട്ട് പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈശ്വരന്റെ കുട്ടി. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടെങ്കിൽ പോലും മാളുവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. എങ്ങോട്ടാ കുഞ്ഞ് ഈ നേരത്ത്? ചായക്കടയിൽ നിന്ന് വാസുവേട്ടൻ ചോദിച്ചു. ചിത്തു സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല, അടുത്ത ബസ്സിലുണ്ടാവും. ആണോ? 7 മണിക്കുള്ള ബസ് ഇവിടം വരെ വരില്ലല്ലോ കുട്ടിയെ. നമ്മുടെ മാർത്തോമ്പള്ളി വരെ കാണും. അത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു. ഇതുവരെ വരാറുണ്ടല്ലോ. ഉണ്ടായിരുന്നു, ഈ ആഴ്ച മുതൽ ഇനി ഉണ്ടാവില്ലെന്ന്. ഇങ്ങോട്ടേക്ക് വരാൻ അന്നേരം ആളില്ലാത്തതുകൊണ്ട് അവർക്ക് ഒക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇനി മാർത്തോമ വരെ വരുമെന്ന് ആ പയ്യന്മാർ പറഞ്ഞിരുന്നു. ആൾ വേഗം ആളുവിന്റെ കൈ പിടിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു. ഇനിയൊരു 10 മിനിറ്റോളം ഉണ്ട് അമ്പലം കഴിഞ്ഞ് ചർച്ചിന് മുന്നിലെത്താൻ. എന്തിനെന്നറിയാതെ ദേഷ്യവും സങ്കടവും വന്നു. ആൾ വേഗം അമ്പളിക്ക് വിളിച്ചു. എന്താടി എടി, ചിത്തിപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. എന്തു പറ്റി? അറിയില്ല, ഞാൻ കൊണ്ടുവരാൻ വരും, അല്ലെങ്കിൽ അടുത്ത ബസ്സിന് വരാമെന്ന് അവൾ കൂട്ടുകാരോട് പറഞ്ഞത്രേ. ലാസ്റ്റ് ബസ്സാണെങ്കിൽ ഇപ്പോൾ ചർച്ച് വരെ ഉള്ളത്രേ. ഞാനാണെങ്കിൽ അത് എപ്പോഴാണ് അറിയുന്നത്. ആടി, ഇന്നലെ അച്ഛൻ പറയുന്നത് കേട്ടിരുന്നു. നീ ഇപ്പോൾ എവിടെയാ? ഞാനിത് അമ്പലം കഴിഞ്ഞു. എനിക്കെന്തോ പേടിയാകും അമ്പിളി, അതിലും അവളില്ലെങ്കിൽ. നീ ഇങ്ങനെ പേടിക്കല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പം നമുക്ക് സ്കൂൾ വരെ ഒന്ന് പോയി നോക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ എത്തിക്കോളാം. അമ്പിളി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രാത്രിയായി തുടങ്ങിയതിനാൽ എല്ലായിടത്തും ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയം കഴിഞ്ഞാൽ തനിക്കിതൊന്നും അത്ര പരിചയമില്ല. രാത്രി ഒന്നിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുമില്ല. ഇനി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ തന്നെ വേണ്ട എന്ന് വെക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ നടത്തത്തിനിടയിൽ ആളുകളുടെ നോട്ടവും ചോദ്യവും അവളിൽ എന്തോ ഒരു പേടി നിറച്ച്. ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവൾ നന്നേ കിതച്ചു പോയിരുന്നു. ചേട്ടാ, ഇങ്ങോട്ടുള്ള ബസ് വന്നു? ഇല്ല, ഇപ്പൊ എത്തും. അവൾ മാളുവിന്റെ കൈ പിടിച്ച ബസ് സ്റ്റോപ്പിലേക്ക് കയറി. മാർത്തോമാപ്പള്ളിയിൽ നിന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചിറങ്ങി തന്റെ വണ്ടിയിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് നേരെ എതിർവശത്തെ ബസ് സ്റ്റോപ്പിൽ ചൈത്രയും മാളും നിൽക്കുന്ന ക്രിസ്റ്റി കണ്ടത്. അവൻ തുറന്ന വണ്ടിയുടെ ഡോർ അടച്ചുകൊണ്ട് പള്ളിമുറ്റത്ത് റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് അവർക്കടുത്തേക്ക് അമ്പിളി എത്തിയിരുന്നു. ഒരു സൈഡിലേക്ക് ബസ് വരുന്നുണ്ടോ എന്നും ഇടയ്ക്കിടെ ഫോണിൽ നോക്കുന്ന ചൈത്രയെ കുറച്ചു സമയം നോക്കിയിരുന്നു ക്രിസ്റ്റി. സാധാരണ കാണാറുള്ള മുഖമായിരുന്നില്ല അപ്പോൾ അവൾക്ക്. ആകെ ഒരു വെപ്രാളവും പേടി ആ മുഖത്ത് നോക്കിയാൽ അറിയാം. അമ്പിളിയാണെങ്കിൽ അവളെന്തോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ പതിയെ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് നടന്നു. എന്നതാ കാര്യം? അവൻ അവർക്കടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. തങ്ങൾക്ക് മുമ്പിൽ അവനെ കണ്ട പകപ്പിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൾ വീണ്ടും റോഡിലേക്ക് തന്നെ നോട്ടം വായിച്ചു. എന്താ ടീച്ചറെ കാര്യം? അവൻ പറയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അമ്പിളിയോട് ചോദിച്ചു. അത് ഇവളുടെ അനിയത്തി ഇതുവരെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? ആ ചോദിച്ചു. കൂട്ടുകാരികൾ പറഞ്ഞ അടുത്ത ബസ്സിന് വന്നോളാന്ന് അവൾ പറഞ്ഞു എന്നാ. ഇതിനുമുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വീണ്ടും ചൈത്രയ്ക്ക് നേരെ നോക്കിയെങ്കിലും അവൾ വാച്ചിന് റോഡിലേക്ക് മാറി മാറി നോക്കിയാണ്. അവൻ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനെ നോക്കി വീണ്ടും പുരുകയുയർത്തി. ഇല്ല, ഇതാദ്യമായിട്ടാ. ഒരു മിനിറ്റ്. അവൻ ഫോണിൽ നിന്നൊരു നമ്പർ ഡയൽ ചെയ്തു. സജി, നിങ്ങൾ എവിടുത്തിയടാ?
ഈ ചായ ഞങ്ങൾ 10 മിനിറ്റ് പള്ളിക്കുമ്പിലെത്തും. എന്തോ ചായ? ബസ്സിലൊരു പെൺകുട്ടിയുണ്ടോ? നമ്മുടെ അവനെ നിർത്തിക്കൊണ്ട് അവളെ കണ്ണുകൊണ്ട് നോക്കി. ആ ഉണ്ട്, നമ്മുടെ ടീച്ചറുടെ അനിയത്തിയല്ലേ. പക്ഷെ ഇപ്പൊ കവല വരെ പോകാറില്ലല്ലോ. അതിപ്പോഴാ കുട്ടി അറിയുന്നത്. കുഴപ്പമില്ല, ഞങ്ങളിവിടെ പള്ളിക്കുമ്പിലുണ്ട്, നീ വെച്ചു. അവൻ ഫോൺ ഓഫ് ആക്കി പോക്കറ്റിലിട്ടുണ്ട് അമ്പിളിയുടെ അടുത്തേക്ക് വന്നു. പേടിക്കണ്ട, അവള് ബസ്സിലുണ്ട്. അമ്പിളിയോടാണ് പറഞ്ഞെങ്കിലും അവൻ നോക്കിയത് ചൈത്രയാണ്. വല്ലാത്തൊരു ടെൻഷൻ ഒളിപ്പിച്ച ആ മിഴിയിൽ ആശ്വാസം വിരിയുന്നു ആ മുഖത്ത് നിന്നെ കണ്ടറിഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ആളുകൾ ഇറക്കിക്കൊണ്ട് അതങ്ങനെ തിരിച്ചുപോയി. വല്ലാത്തൊരു ഭയത്തോടെ ബാഗിൽ പിടിമുറുക്കിക്കൊണ്ട് ചിത്തു ഇറങ്ങി വന്നു. ഇറങ്ങുമ്പോഴേ കണ്ടു എതിരായി നിൽക്കുന്ന ചേച്ചിയെ, അമ്പിളി ടീച്ചറെയും. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് ഓടി വന്നു. എന്നാൽ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഒരു കല്ലിച്ച മുഖത്തോടെ നിന്നിരുന്ന ചൈത്ര കൈ വീശിക്കൊണ്ട് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഞാൻ എന്തുമാത്രം പേടിച്ചു തരുന്ന നിനക്ക്? അല്ലെങ്കിൽ എല്ലാം കൊണ്ട് മനുഷ്യൻ പ്രാന്ത് പിടിച്ച് നടക്കാം. അവർക്കൊന്നും ഇല്ലാത്ത തിരക്ക് നിനക്കെന്താടി? ഞാൻ നിന്നെ കൊണ്ടുവരാൻ വരും, നീ അവരോട് കള്ളം പറഞ്ഞെന്തിരാ? ചേച്ചി എനിക്ക് വയ്യാഞ്ഞിട്ട് ആ ബസ്സിന് വരാൻ അയാൾ എന്നെ. ചിത്തു ചൈത്രയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോഴാണ് ചൈത്രയെ ആ കാര്യം ഓർത്ത്. എനിക്ക് ആ ബസ്സിൽ വരാൻ വയ്യ, അയാൾ ചീത്തയാ. അമ്പിളിയും കാര്യമറിയാതെ മുഖത്തോട് മുഖം നോക്കി. മാളു അമ്പിളിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. സോറി മോളെ, ഞാൻ. ചുറ്റും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ വേഗം പോക്കറ്റിൽ നിന്ന് കീ എടുത്തുകൊണ്ട് വണ്ടിക്കരിയിലേക്ക് നടന്നു. വേഗം വണ്ടിയെടുത്ത് ആർക്കുമ്പിൽ വന്നു നിന്നു. വാ, വന്ന് കയറി, ഞാൻ കൊണ്ടാക്കാം. അവൻ ചൈത്രയെ നോക്കി. അമ്പിളി വേഗം തലയാട്ടിക്കൊണ്ട് വണ്ടിക്കരിയിലേക്ക് വന്നെങ്കിലും ചൈത്ര ചിത്തുവിന്റെ കൈകൾ പിടിച്ച് അവിടെ നിന്നു. വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. എന്നാൽ സ്റ്റിയറിംഗിൽ മുഷ്ടിയുരുട്ടിക്കൊണ്ട് തീ പാറുന്ന അവന്റെ നോട്ടത്തിൽ അവളൊന്ന് ഉമിനീരിറക്കിപ്പോയി. അവന്റെ ആ നോട്ടത്തിൽ അവൾ വേഗം ചിത്തുവിനെയും പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. അമ്പിളി അവിടെ വഴിയിൽ ഇറക്കി കൊടുത്തു. വീടിന്റെ ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി. ചിത്തുവും അവളും ഡോറിൽ മുറ്റത്തേക്ക് ഇറങ്ങി. ടീച്ചറൊന്ന് നിന്നേ, അവനവളെ വിളിച്ചു. അവളൊന്നും ബസ്സിനല്ലേ വരാറ്, പിന്നെന്താ പ്രശ്നം? അവൻ വണ്ടിയിൽ ചാരി കൈകെട്ടി നിന്നു. താൻ പറയണോതോ ഞാൻ അന്വേഷിക്കണോ? ഞാൻ അന്വേഷിച്ചാ പിന്നെ ചൈത്ര ടീച്ചറുടെ കുടുംബകാര്യങ്ങൾ വരെ ആർക്കിൽ ക്രിസ്റ്റി ഇടപെട്ട് തുടങ്ങിയെന്ന് നാളെ നിന്റെ അയൽവാസികൾ പറഞ്ഞ് നടക്കും. അത് വേണോ? ഞാൻ പറയാം. അവൾ ഇന്ന് വരുന്ന ബസ്സിലെ കണ്ടക്ടറാ പ്രശ്നം. ഏത്? 5 മണിക്കുള്ള സഫാരിയിലോ? അതിന്റെ കണ്ടക്ടർമാർ ഇടയ്ക്കിടെ മാറാറുണ്ട്. അതിലൊരാളാ ഇന്ന് ശല്യം ചെയ്യുന്നെന്ന് പറയും. എന്നിട്ട് നീ പരാതി പറഞ്ഞില്ലേ? പരാതി പറഞ്ഞിരുന്നു. അതിൽ ഡ്രൈവറോട് അതിനെപ്പറ്റി ചോദിച്ചു. ബസ്സാകുമ്പോൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. ഈ കൺസെഷൻ കൊടുത്ത് ഇങ്ങോട്ട് എത്തുന്നില്ലേ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞ്. വയ്യെങ്കിൽ മോൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഏർപ്പാടാക്കുമെന്നും പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് മെമ്പറെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു, വേറെ ആൾക്കില്ലാതെ നിങ്ങൾ മാത്രം പരാതിയിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നി. അവളൊന്ന് ഇടിവീർപ്പെട്ടു. അവൾക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ട്? അങ്ങനെ അവൾ പറഞ്ഞു. മറ്റുള്ളവർക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടല്ലോ, നമുക്കെല്ലാം ആരും ഇല്ലാത്തതെന്ന്. മങ്ങിയ മുഖമായിട്ട് കയറി വരുമ്പോഴേ എനിക്കറിയാം കാരണം എന്താണെന്ന്. ആദ്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ വീടിന്റെ ഈ പ്രശ്നങ്ങൾ കൂടിയായ കാരണം ഇതും പറഞ്ഞതിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചിട്ടാവും. അവൾ മതിലിനോട് ചാരിയുന്നുണ്ട് അവനോട് വിവരിച്ചു. അപ്പോഴേക്കും ചേച്ചിയെ കാണാനായിട്ട് ചീത്തു ഒന്ന് ഉമ്മറത്തേക്ക് വന്നു. ചേച്ചി സംസാരത്തിലാണെന്ന് കണ്ടപ്പോൾ അവൾ അകത്തോട്ട് തന്നെ കയറിപ്പോയി. എന്നാ ശരി, ഇനി ഇതിനെക്കുറിച്ച് അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇനി ആ ബസ്സിൽ അവന്റെ ശല്യം ഉണ്ടാവില്ല, അത് ഞാൻ നോക്കിക്കോളാം. എന്തിനെന്നറിയാതെ നിറഞ്ഞ കണ്ണാൽ അവനെയും നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ചൈത്ര. ടീച്ചറെ ഒന്ന് നിന്നേ. പിന്നെ അന്നത്തെ എൻ്റെ ഇഷ്ടമൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. ഒന്ന് തല്ലിയെന്ന് വെച്ചാൽ അതിൽ കുറവൊന്നും വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. തിരിഞ്ഞിടന്ന ചൈത്ര പിടിച്ചെട്ടിയ പോലെ അവിടെ നിന്നു. പക്ഷെ അതും പറഞ്ഞിങ്ങനെ മുന്നിൽ വന്നൊരു ശല്യാവുണ്ട് തോന്നി. എന്ന് വെച്ച് കാണാതിരിക്കാനും വയ്യ. അതിനും കൂടിയായിരുന്നു ഇതൊക്കെ. അവനിൽ ചെറിയ കുസൃതി വിരിഞ്ഞു. കേട്ടതിന്റെ പകപ്പിൽ അവൾ അവനെയും തിരിഞ്ഞു നോക്കി. പക്ഷേ ഇനി ഈ മുറ്റത്തേക്ക് കാലുകുത്തിരുന്ന ആളുകൾ ത്രേസ്യാമച്ചിയുടെ ഓർഡർ. എന്നതാണ് ഇയാളുടെ സംഭവത്തോടൊരു മിന്നു കിട്ടും വരെ ഞാനുണ്ടാവും ടീച്ചറുടെ പുറകില്. പോട്ടെ. പിന്നെ അവളോട് നാളെ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ പോകാൻ പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. കീ കറക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി ക്രിസ്റ്റി. പോയിക്കോ. അവൻ വണ്ടിയിൽ നിന്ന് അവളോട് പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആവാതെ അവൾ വീട്ടിലേക്ക് കയറി വാതിലടക്കുന്നവരെ അവൻ ആ വണ്ടിയിലിരുന്നു. ശേഷം വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ട് പാപ്പി വിളിച്ചു. എടാ പാപ്പിയെ, നീ എവിടെയാടാ? ഞാൻ നമ്മുടെ സ്ഥിരം സ്ഥലത്ത്. എന്തു പറ്റി ചായ? നീ അവിടെ നിന്ന് ഇറങ്ങി, നമുക്കിന്ന് ഒരാളെ പൊക്കാനുണ്ട്. അവനതും പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ടു. പിറ്റേന്ന് രാവിലെയും ചിത്തുവിന്റെ മുഖം മാത്രം മങ്ങിയിരുന്നു. സാരമില്ല, ഇനി ഉണ്ടാവില്ല. അവൾ സമാധാനിപ്പിച്ചുകൊണ്ട് ചിത്തുവിനെ പറഞ്ഞയച്ചു. എന്നാൽ അതിനേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് അവന്റെ ആ വാക്കുകളായിരുന്നു. അന്നത്തെ ആ ഇഷ്ടം ഇപ്പോഴുമുണ്ടെന്ന് ഇന്നലെ പറഞ്ഞ് വീണ്ടും കാതിൽ അലയടിച്ചു. അല്ലെങ്കിലും കാശിന്റെ പേര് പറഞ്ഞ് ഇവിടെ വരുമ്പോഴെല്ലാം ഒരു കള്ളച്ചിരിയാണ് മുഖത്ത്. ആകെ ഒന്ന് ദേഷ്യത്തോടെ സംസാരിച്ച് അന്ന് ആ പേപ്പർ ഒപ്പിട്ട് കൊടുക്കാത്തതിനായിരുന്നു. ടീച്ചറെ എന്ന് വിളിച്ച് ജിപ്സിലിരുന്ന് തന്നെ നോക്കുന്നവൻ. എന്നാൽ തനിക്ക് ആ മുഖം കാണുമ്പോഴെല്ലാം തന്നോട് പ്രതികാരം വീട്ടാനുള്ളതാണെന്ന് തോന്നിപ്പോകും. അതോ ഇനി ഇന്നലെ പറഞ്ഞെല്ലാം വെറുതെ പറ്റിച്ചതാണോ? എത്രയായാലും ആണൊരുത്തിന്റെ മുഖം നോക്കിയല്ലേ അടിച്ചത്. അതിന്റെ അപമാനവും സങ്കടവും മനസ്സിൽ നിന്ന് പോകാൻ പണിയായിരിക്കും. ചിലപ്പോൾ അതൊരു പകയായി മാറിയതായിരിക്കും. ചേച്ചി, ഡ്രസ്സ് മാറുന്നില്ലേ? സമയത്രയായി? മാള് വിളിച്ചപ്പോഴാണ് ഓർമ്മയിൽ നിന്ന് ഉണരുന്നത്. അവൾ വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി. അന്നാണ് അമ്പിളിയോട് ചിത്തുവിന് സംഭവിച്ചല്ല അവൾ പറയുന്നത്.
നീ ഇനി അതോട് സങ്കടപ്പെടേണ്ട, അതിൽ അയാൾ നോയിക്കോളെന്ന് പറഞ്ഞില്ലേ? എല്ലാം കേട്ട് അമ്പിളി അവളോട് പറഞ്ഞു. എടി ചൈത്രേ, എനിക്കൊരു സംശയം. എന്ത്? അതോ ആ പഴയ പ്രേമിനി അയാൾക്ക് ഇപ്പോഴും ഉണ്ടോയെന്നൊരു ഡൗട്ട്. ഏയ് അതൊന്നുമില്ല, നീ ഒന്ന് പോയി, ചൈത്ര ഒരു വെപ്രാളത്തിൽ പറഞ്ഞു. എന്തോ എനിക്ക് അങ്ങനെ ഒരു സംശയം. അമ്പിളി ഒളി കണ്ണാൽ അവളെ നോക്കി. നീ ഇപ്പം അങ്ങനെ ഓരോ സംശയങ്ങൾ ഉണ്ടാക്കണ്ട, വന്നേ. അവൾ അമ്പിളിയുടെ മുന്നിൽ തന്റെ പതർച്ച കാണാതിരിക്കാൻ നന്നേ പണിപെട്ടു. ചിത്തു അന്ന് വീട്ടിൽ വന്ന് വളരെ ആശ്വാസത്തോടെയാണ്. അതവളുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലായി. എന്നാലും അവളോടപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം അവൾ തന്നെയാണ് ചൈത്രയോട് പറഞ്ഞ്, ചേച്ചി അയാൾ പിന്നെ ഞാൻ ആ ബസ്സിൽ കണ്ടിട്ടേ ഇല്ല. ആ ചേട്ടായി എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ പകരം വേറൊരാളാ. ചൈത്ര അതിനൊന്ന് മൂളി. നമ്മൾ വിചാരിച്ചത് ദുഷ്ടനെന്നല്ല അല്ലേ ചേച്ചി? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഒരു കണക്കിന് നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ തെറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ അച്ഛൻ അത്രയും വലിയ തുക കടമായിട്ടല്ലേ? ചിത്തുവിന് സംസാരിച്ചിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. മതി ആലോചിച്ച് കിടക്കാൻ നോക്ക്. അവളൊരു കൈ കൊണ്ട് മാളുവിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് കിടന്നു. വീണ്ടും ചൈത്ര അവിടേക്ക് വെച്ച് ക്രിസ്റ്റി കാണാറുണ്ട്. ആ വണ്ടിയിലേക്ക് ചാരിയുന്നുണ്ട് അവൾ നോക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ചൈത്രയ്ക്ക് ഇപ്പോൾ അവനെ കാണുമ്പോൾ ആകെ ഒരു വിറയലും വെപ്രാളവുമാണ്. ഉള്ളമെന്തോ തെറ്റ് കാണിക്കും പോലെ. മുഖം താനെ അവന് മുമ്പിൽ കുനിഞ്ഞു പോകും. അവനതറിഞ്ഞ പോലെ ചുണ്ടും കടിച്ചു പിടിച്ചിരിക്കും. അന്ന് ചിത്തുവിന് വേണ്ടി അങ്ങനെ ഒരു വലിയ ഉപകാരം ചെയ്തതിന് അവനോട് നന്ദി പറയണമെന്നുണ്ടെങ്കിലും ആ മുമ്പിൽ പഴയ പോലെ പോയി നിൽക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അത് വേണ്ടെന്ന് വെച്ചു. ഒരിക്കൽ ലഞ്ച് ബ്രേക്കിന് സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴാണ് ആൾക്കൊരു ഫോൺ കോൾ വന്നത്. ഹലോ, ചൈത്രശേഖരനല്ലേ? അതെ, ഞാൻ നോർത്ത് കസബ സ്റ്റേഷനിൽ നിന്നാണ്. എന്താ സർ? നിങ്ങളെ അച്ഛൻ ശേഖരന്റെ പേരിൽ ഒരു പരാതി ഇട്ടിട്ടുണ്ട്. ഒരു എൻക്വയറിക്ക് വേണ്ടി 5 മണിക്ക് സ്റ്റേഷനിൽ എത്തണം. അത് പറഞ്ഞാൽ ഫോൺ കട്ടായി. ആളൊരു വിറയിലോടെ ഫോൺ ടേബിളിൽ വെച്ച് ഓരോന്ന് തീരുമ്പോഴേക്കും ഓരോ നൂലാമാലകൾ തന്നെ ജീവിതത്തിൽ വീണ്ടും കെട്ടുമുറുക്കുമ്പോൾ അവൾക്ക് തോന്നി. ആ വീർപ്പ് മുട്ടലിൽ അവളൊന്ന് പിടഞ്ഞു. വൈകുന്നേരം അമ്പിളിയോട് കാര്യം പറഞ്ഞവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്കൂളിന്റെ മുന്നിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചു. ചിത്തു വന്നാൽ 2 ആളും കൂടി കഥകടിച്ച് അകത്തിരിക്കണമെന്ന് മാളുവിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവൾ ഇറങ്ങിയത്. നോർത്ത് കസബ സ്റ്റേഷന് മുമ്പിൽ അവൾ ഇറങ്ങുമ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. ഞാനിവിടെ നിൽക്കണ കുട്ടി? ഓട്ടോക്കാർ അവളോട് ചോദിച്ചു. 1 മിനിറ്റ് ഏട്ടാ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവളോട് പുറത്തുനിന്ന കോൺസ്റ്റബിളിനോട് കാര്യം പറഞ്ഞു. SI സാർ വന്നിട്ടില്ല, ഇപ്പൊ എത്തും, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ഓട്ടോക്കാരനെ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെയും കുറെ സമയം കഴിഞ്ഞാണ് പോലീസ് വണ്ടി വന്നു നിന്ന്. പോലീസ് ക്യാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റേഷനകത്തോട്ട് നടക്കുമ്പോൾ അയാൾ ചൈത്രയെന്ന് ചൂഴ്ന്നു നോക്കി. അതേസമയം തന്നെ പുറത്തായ ഒരു കാറ് കൂടി വന്നു. അതിൽ നിന്ന് 2-3 പേർ പുറത്തിറങ്ങി അകത്തോട്ട് പോയി. നേരം വീണ്ടും കടന്നു. ഇരുട്ട് പടർന്നു തുടങ്ങി. എന്തിനെന്നറിയാത്തൊരു ഭയം ചൈത്രയിൽ ഉടലെടുത്തു. അപ്പോഴേക്കുള്ളിൽ നിന്ന് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾ തന്റെ ബാഗ് നോക്കി പുറത്തെ സ്കൂട്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി. ഞാനവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വിളിക്കും. അവരതും പറഞ്ഞ് ഹെൽമെറ്റ് നേരെ വെച്ച് വണ്ടിയിൽ കയറിപ്പോയി. അവിടെ ആളുകൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആളുടെ ഉള്ളിലെ ഭയവും കൂടി. ആ പേടിയിൽ ബാഗിൽ നിന്ന് ഫോൺ അടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അമ്പിളിയാണ്. എടി എന്തായി? എന്നെ വിളിച്ചിട്ടില്ല അമ്പിളി, എനിക്കെന്തൊരു പേടി പോലെ. SI ആണെന്ന് തോന്നുന്നു. ഒരാൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അയാൾ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് പോകുന്ന ആ നിമിഷത്തെ അവൾ ശപിച്ചു പോയി. ചൈത്ര, സാറ് വിളിക്കുന്നുണ്ട്, അകത്തേക്ക് പോയിക്കോളൂ. എടി നീ വെച്ചോ, ഞാൻ വിളിക്കാം. അവൾ വേഗം ഫോൺ ബാഗിലിട്ടുകൊണ്ട് അയാൾ ചൂണ്ടിക്കാണിച്ച് ആ ക്യാബിനകത്തേക്ക് നടന്നു. നേരത്തെ തന്നെ നോക്കിക്കൊണ്ടുപോയ ആൾ തന്നെയാണ് SI എന്ന് അവൾ ഉറപ്പിച്ചു. സുദേവ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന ഈ ബോർഡ് അയാളുടെ മുമ്പിലുണ്ട്. അയാൾക്ക് മുന്നിലുള്ള കസേരയിൽ നേരത്തെ വണ്ടിയിൽ വന്നവരിയ്ക്കുന്നുണ്ട്. താനാണോ ചൈത്ര? അതെ സർ. SI സുദേവ് അവളൊന്ന് ഇരുത്തി നോക്കി. തന്റെ തന്തയല്ലേ ശേഖരൻ? അതെ. അവളൊന്ന് വിക്കി. എന്നിട്ട് അയാൾ എവിടെയുണ്ട്? അറിയില്ല സർ, വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ചായി. ഇവർക്കൊരു പരാതിയുണ്ട്. എന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥലം തരാന്ന് പറഞ്ഞ് കുറെ കാശ് അയാൾ പറ്റിച്ചെന്നു. ആളും ഞെട്ടിപ്പോയി. എനിക്കറിയില്ല സർ. കുറച്ചായി, ഒരു 6 മാസക്കാലം കഴിഞ്ഞു. വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അയാളിപ്പോ നാട്ടിലില്ലെന്നറിഞ്ഞു. അങ്ങനെയാ ഇവിടെ ഒരു പരാതി വന്നത്. സാറ് ഇവൾക്കറിയാതെ അവളുടെ തന്ത ഇങ്ങോട്ട് പോകാനാ. ചോദിക്കുമ്പോൾ ചോദിച്ചാൽ തത്ത പറയുമ്പോൾ ഇവളെല്ലാം പറയും. അതിന് സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. അതിലൊരുത്തൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. SI സുദേവ് പുതിയൊരു മാൻപേടെ കിട്ടിയ പോലെ ഒന്ന് ചിരിച്ചു. ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ മനസ്സിൽ വീണ്ടും ശപിച്ചു പോയി. എന്താണ് നിനക്ക് ജോലി? അയാൾ എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. ഞാൻ ടീച്ചറാ. പിന്നിലേക്കൊരു അടി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മറ്റുള്ളവർ ക്രൂരമായ ഒരു ആനന്ദത്തോടെ എല്ലാം കേട്ടിരിപ്പുണ്ട്. സുദേവ് അവൾക്കരികിലേക്ക് വന്ന് അവൾ അടിമുടിയും നോക്കി. അത്രമേൽ ഭംഗിയുള്ള ഒരു പെണ്ണ്. ഇവളിവിടേക്ക് ഒറ്റക്കാണല്ലോ വന്നെന്ന സന്തോഷത്തിൽ അയാളൊന്ന് ചുണ്ട് നനച്ചു. പിന്നെയും തോർമേൽ പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. നേരം കുറയല്ലേ, എന്നാ നിങ്ങൾ വിട്ടോ. ഞാനിവള് വിശ്വതായിട്ടൊന്ന് ചോദ്യം ചെയ്യട്ടെ. വിവരങ്ങൾ ഞാൻ വിളിച്ചറിയിച്ചോളാം. ശരി സാർ. ആർമൂരൊരു വഷളം ചിരിയോടെ അവളെയും സുദേവിനെയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഒന്ന് തിരിഞ്ഞോടാൻ പോലും ആവാതെ ചൈത്ര ഒന്നുകൂടി ആ ചുമരിലേക്ക് പതിഞ്ഞുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.